ഹലോ, എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ പല അസുഖങ്ങൾക്കും മാറ്റമുണ്ടാകും. പല അസുഖങ്ങളും ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്? ടെൻഷൻ ഓവറായിട്ട് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് കൊണ്ടാണ്. അതൊക്കെയാണ് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പല രീതിയിലുള്ള, നമുക്ക് എല്ലാവർക്കും തന്നെ പല രീതിയിലുള്ള ടെൻഷൻ കാണും. പക്ഷെ നമ്മൾ അതേതും പറഞ്ഞ് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിലും ഒരു സ്വസ്ഥത ഉണ്ടാകത്തില്ല, സമാധാനം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ എന്താണ്, നമുക്കൊരു ഉയർച്ച ഉണ്ടാകത്തില്ല. എപ്പോഴും നെഗറ്റീവ് തന്നെയായിരിക്കും അവിടെ സംഭവിക്കുന്നത്. നമ്മുടെ ആ വീട്ടിൽ തന്നെ നെഗറ്റീവ് ആയിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിക്കാനുള്ള ഒരു വക നിങ്ങൾ കണ്ടെത്തുക, സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ കണ്ടെത്തുക. അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. പക്ഷെ നമ്മൾ ആരും അത് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് സ്ത്രീകളാണ് കൂടുതലും. വിഷമം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരത് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം ഞാനടക്കം ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ എന്താണ്, അതിനെയൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുക. നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മളതൊന്ന് കുറച്ചു നേരം നമ്മൾ അതിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ എൻഗേജ്ഡ് ആകാൻ ശ്രമിക്കുക. പല കാര്യങ്ങളും ഉണ്ട് നമുക്ക് വേണ്ടി, നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്, പക്ഷെ നമ്മൾ ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അതിലോട്ട് എൻഗേജ്ഡ് ആകുമ്പോൾ എന്നാണ്, നമുക്ക് നല്ലൊരു എനർജി വരും, നല്ലൊരു പോസിറ്റിവിറ്റി അവിടെ വരും, നെഗറ്റീവ് മാറിക്കിട്ടും. ഒരുപാട് നേരം നമുക്ക് പല കാര്യങ്ങളും പലരുമായിട്ട് കുറ്റം പറയാനായിട്ടും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനായിട്ടും അല്ലെങ്കിൽ ദുഷിപ്പ് വർത്താനം കേൾക്കാനായിട്ടും ഒക്കെ നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കാനായിട്ട് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ഈ നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കും തോറും നമ്മുടെ മൈൻഡ് നെഗറ്റീവ് തന്നെയായിട്ട് മാറും. ഇപ്പം നിസ്സാരമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഓടി വന്ന് അവിടെ വന്നിട്ട് അതിൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കറിയില്ല അവരുടെ ഫുൾ എനർജി പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അവരുടെ ഫുൾ എനർജി പോയിക്കൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് പറയും തോറും അവരുടെ ഫുൾ എനർജി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ നല്ലവരാണോ, നമുക്ക് എന്തെല്ലാം തെറ്റുകളുണ്ട്, നമുക്ക് എന്തെല്ലാം തെറ്റുകൾ വന്നിട്ടുണ്ട്, ഞാൻ അവരെ പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഞാനിത് ചെയ്യുന്നത് ശരിയാണോ, ശരി അവരെ പറയണ്ട, അതല്ലേ നല്ലത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഒരു എടുത്തുചാട്ടത്തിലേക്ക് നമ്മൾ ചെന്ന് ചാടുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിക്കണം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ നമ്മൾ ആരെയും പഴി ചാരാൻ പാടില്ല. അങ്ങനെ പഴി ചാരുമ്പോൾ അവർക്കല്ല ദോഷം വരുന്നത്, നമുക്കാണ്. നമ്മുടെ എനർജി ഫുള്ള് വേസ്റ്റ് ആവുകയാണ്. നമ്മൾ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ശരിയാവാതെ വരും. നമുക്ക് ഉയർച്ച ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഫുൾ നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നമ്മൾ കിടക്കുന്ന റൂം, അതുപോലെ നമ്മൾ നടക്കുന്ന സ്ഥലം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, ഇവിടെ എല്ലാം ഫുള്ള് നെഗറ്റീവ് കൊണ്ട് നിറഞ്ഞു നിൽക്കും. നമ്മൾ ഇങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ കേട്ടാലും മറ്റുള്ളവരെ കുറ്റപ്പെടുന്നത് കേട്ടാലും മറ്റുള്ളവരെ എന്തിനു വേണ്ടി പഴിചാരിക്കാൻ വേണ്ടി കൂട്ടുനിന്നാലും നമ്മൾ എന്താണ്, ഇത് ചെല്ലുന്നിടത്തെല്ലാം നമ്മൾ ഇതാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കൂടെ ഒരിക്കലും പോസിറ്റീവ് എനർജി വരത്തില്ല, നെഗറ്റീവ് എനർജി മാത്രമേ വരത്തുള്ളൂ. എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഒരു മാസം അടുപ്പിച്ചിട്ട് ഈ നെഗറ്റീവ് എനർജികൾ, ചില ആൾക്കാർ, ഞാനിപ്പോൾ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരെ പറ്റി വെറുതെ ടെൻഷൻ അടിക്കും. എന്നിട്ട് ടെൻഷൻ അടിച്ചിട്ടും അവർക്ക് രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ട്, അതുപോലെ രാത്രിയിൽ ഉറക്കമേ ഇല്ല. അങ്ങനെ പല ആൾക്കാരെ എനിക്കറിയാം, എന്നോട് മെസ്സേജ് ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അവരോട് പറയുകയാണ്, നിങ്ങൾ രാത്രിയിൽ ഈ ടെൻഷൻ അടിക്കുന്ന മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഉറങ്ങുക. കുറച്ച് കാര്യങ്ങൾ നല്ലൊരു പ്രാർത്ഥന, നമുക്ക് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പിട്ട് നല്ല രീതിയിലൊരു പ്രാർത്ഥന, കണ്ണു പടച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നമ്മുടേതായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്രാർത്ഥനയാണ്. അപ്പം അതിൽ നിന്ന് നമ്മൾ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ കുറ്റം പറഞ്ഞ് നമ്മൾ ഈ പ്രാർത്ഥനയും കഴിഞ്ഞ് പിറ്റേ ദിവസം ഇറങ്ങി കുറ്റം പറയുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കാണ് രക്ഷപ്പെടേണ്ടത്, നമുക്കാണ് ഉയർച്ച ഉണ്ടാവേണ്ടത്, നമ്മുടെ കുടുംബത്തിനാണ് ഉയർച്ച ഉണ്ടാവേണ്ടത്, നമ്മുടെ മക്കൾക്കാണ് ഉയർച്ച ഉണ്ടാവേണ്ടത് എന്ന് വിചാരിച്ച് നമ്മൾ ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക. എല്ലാം ശരിയാണ്, എല്ലാവരും എന്തെങ്കിലും കേട്ടാൽ നമ്മൾ കുറ്റപ്പെടുത്തും, ശരിയാണ്. പക്ഷേ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരുന്നാലോ അതിനെ നമുക്ക് നേരം കാണത്തുള്ളൂ. പക്ഷെ നമ്മുടെ വായിൽ അതേ വരത്തുള്ളൂ, അല്ലേ? വന്നു കഴിഞ്ഞാൽ പിന്നെ അതേ വരത്തുള്ളൂ. പക്ഷെ അതിനെ നിയന്ത്രിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കതിനെ മാറ്റാൻ പറ്റും. നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ ഉണ്ടാകും. നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ ഒരു മനുഷ്യരെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് അവരോട് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു അസുഖത്തിലുള്ള ആരെങ്കിലും കാണാൻ ചെല്ലുമ്പോഴത്തേനും ചില ആൾക്കാർ അത് ഞാൻ എന്നാന്ന് പറഞ്ഞില്ല, ചില ആൾക്കാർ പറയുന്ന സംസാരമുണ്ട്. അവരുടെ അസുഖത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ വിഷമത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കത്തില്ല. ഉടനെ അവിടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കൊടുത്തിട്ട് ഇറങ്ങി വരത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഓർക്കുക, എപ്പോഴും നമ്മളൊരു രോഗിയാണെങ്കിലും അല്ലെങ്കിൽ ആരെയാണെങ്കിലും നമ്മൾ ഇതുപോലെ കാണാം, വിഷമാവസ്ഥയിൽ കാണാം, മരണ വീട്ടിൽ അല്ലെങ്കിൽ
രോഗിയായിട്ട് കിടക്കുന്ന ഇടയിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇതുപോലെ വിഷമഘട്ടങ്ങളിൽ സഞ്ചരിച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുക, അവരിൽ പോസിറ്റീവ് എനർജി കൊടുക്കുക. അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അവരിൽ പോസിറ്റീവ് എനർജി നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ച് അതിനെക്കാട്ടിയും കൂടുതൽ പോസിറ്റീവാണ്. നമ്മൾ അത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു വലിയൊരു സന്തോഷമാണ് അവിടെ വരുന്നത്. അതാർക്കും മനസ്സിലാകുന്നില്ല. ഇതൊന്നും ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം ഇതെല്ലാം നമ്മളിൽ തന്നെയുള്ള ഘടകങ്ങളാണ്. നെഗറ്റീവും പോസിറ്റീവും എല്ലാം നമ്മളിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ അത് ആർക്കും മനസ്സിലാവുന്നില്ല. എല്ലാവരും നെഗറ്റീവ് എടുത്തങ്ങ് കുടഞ്ഞിടും. പോസിറ്റീവ്, നമ്മൾ പോസിറ്റീവ് എന്ന് പറഞ്ഞ കാര്യം കിട്ടാൻ കുറേ പാടാണ്. നെഗറ്റീവ് വരാനായിട്ട് ഒരു നിമിഷം മതി. അതെല്ലാവരും മനസ്സിലാക്കുക. പക്ഷെ നമ്മൾ പോസിറ്റീവ് കാര്യം നിറഞ്ഞു കഴിഞ്ഞാലോ പിന്നെ നമുക്ക് നെഗറ്റീവിനെ കാണാൻ പറ്റത്തില്ല ഒരിക്കലും. എപ്പോഴും നമ്മൾ എന്ത് കാര്യം ഇപ്പോൾ ആരെങ്കിലും 10 കുറ്റം പറഞ്ഞാലും നമ്മളൊന്ന് പോസിറ്റീവായിട്ട് എടുക്കത്തുള്ളൂ. അതൊരു വലിയ നന്മയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം നമ്മുടെ ടെൻഷൻ കുറഞ്ഞു വരും, നമുക്ക് നല്ല ഉറക്കം കിട്ടും. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ഇപ്പം എന്നെ തന്നെ ആരെങ്കിലും 10 കുറ്റം പറഞ്ഞു കഴിഞ്ഞാലായിട്ട് ഞാൻ അതേപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റില്ല, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. നമ്മൾ എന്തിനാണ്, നമ്മളെ നമുക്കറിയാം. ഇപ്പം നിങ്ങളെ ഒരാൾ കുറ്റം പറയുവാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ മറ്റൊരാളെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മാന്യമായിട്ടാണ് നടക്കുന്നത്, നിങ്ങൾക്ക് മാന്യമായിട്ട് വസ്ത്രം ധരിച്ചാണ് നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിച്ചാണ് കഴിക്കുന്നത്, നിങ്ങൾ നല്ല രീതിയിൽ ജോലി ചെയ്താണ്, നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടോ, ഇതൊക്കെ നമുക്കറിയാമുണ്ടോ ഇല്ലയോ എന്ന്. മറ്റുള്ളവരത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർക്ക് മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി തോണ്ടിയും അല്ലെങ്കിൽ മറ്റുള്ളവരെ തോണ്ടിയും രസിക്കുന്നത് ഒരു ഭയങ്കര രസമാണ് അല്ലേ. അപ്പോൾ ആ ഒരു രസം നമ്മളത് വലിയ രസമാക്കി ഉൾക്കൊള്ളാൻ ശ്രമിക്കേണ്ട, നമ്മളത് വെറുതെ വിട്ടേക്കുക. അപ്പം നമുക്ക് എന്താണ്, നമുക്കിതൊന്നും നമുക്ക് ചെവിയിലോട്ട് പോലും കയറും, നമുക്ക് ഒന്നും അല്ലാതാകും. നമ്മൾ ആരും എല്ലാം തികഞ്ഞവരല്ല. നമുക്ക് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ പറ്റിയവരായിരിക്കാം, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് പല രീതിയിലും ഓരോ കാര്യങ്ങൾ വന്നു ചേർന്നവരായിരിക്കാം. ഒരാളെ കുറ്റം പറയുമ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയുമോ? ഞാൻ എങ്ങനെയായിരുന്നു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ, ഞാൻ പരിശുദ്ധയാണോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണോ ഇങ്ങനെയാണോ, നമ്മൾ പല രീതിയിൽ ചിന്തിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഒരാളെ ഒരു കുറ്റമെങ്കിലും പറയാനായിട്ട്. എന്തിനാണ് കുറ്റം പറയുന്നത്? കുറ്റം പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാനായിട്ട്? ഒന്നും കിട്ടത്തില്ല. കുറ്റം പറയുന്നവർക്ക് കിട്ടുന്ന അങ്ങനെയുള്ള ആൾക്കാരൊരു സുഖം കിട്ടും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി രസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിന് സാഡിസം എന്നാണ്, പല രീതിയിലുള്ള സാഡിസമാണത്. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അവർ സ്വയം നന്നാക്കി എടുത്താൽ മാത്രമേ അവർ രക്ഷപ്പെടത്തുള്ളൂ. അപ്പം നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ മനസ്സ് എപ്പോഴും ഹാപ്പി ആയിരുന്നു കഴിഞ്ഞാൽ, നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കി പോസിറ്റീവ് ചിന്തയെടുത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും. നമുക്ക് ഓരോരുത്തർക്കും, ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാം ഓരോ ലക്ഷ്യമുണ്ട്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ നോക്കുക, ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങുക. ആ പുറകെ ഒരുപാട് തടസ്സങ്ങളുണ്ടാകും, 2 സൈഡിലും തടസ്സങ്ങളുണ്ടാകും. കയറി വരുന്നത് വലിയ കുഴികളുണ്ടാകും, അതുപോലെ തന്നെ വലിയ കയറ്റങ്ങളുണ്ടാകും. അപ്പം ഇങ്ങനെ കയറി ഇറങ്ങിയും കുഴികളിലും വീണ് അവിടെയും വീണ് ചാടി എഴുന്നേറ്റ് ഇങ്ങനെ നമ്മൾ ഓടി വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് തരണം ചെയ്ത് നമ്മൾ മുമ്പോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഒന്നാമത് തന്നെ എത്തും. ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ട് നമ്മൾ പഠിക്കുക. അല്ലാതെ നമ്മൾ എപ്പോഴും ഒരാളെ കുറ്റം പറഞ്ഞ് അവരെ അവഗണിച്ച് അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ മാനിക്കാതെ ഇങ്ങനെ പല കാര്യങ്ങളും നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഉയരത്തില്ല. നമുക്ക് ചിലപ്പോൾ അന്നൊന്നും കഴിഞ്ഞു പോകാൻ പറ്റും, പക്ഷെ നമ്മൾ ഒരിക്കലും ഉയരത്തില്ല, നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം എല്ലാവരും തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പോസിറ്റീവായിട്ട് ചിന്തിച്ച് നല്ല ഉറക്കം കിട്ടും, നല്ല സന്തോഷം കിട്ടും. നമുക്ക് ഒരുപാട് വിഷമങ്ങളുള്ളവരായിരിക്കാം, ഒരുപാട് സങ്കടങ്ങൾ നിറഞ്ഞവരായിരിക്കാം. എങ്കിൽ പോലും ആ സങ്കടങ്ങളെ കുറച്ച് നേരം ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ട് നല്ലപോലെ നമ്മൾ മനം ഒരുക്കി തന്നെ നല്ല പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നല്ല പോസിറ്റീവ് എനർജി വന്നു നിറയും. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.